ഒരു 5 മിനിറ്റ് കൂടി നമ്മളിവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഒച്ചയോ ബഹളോ എന്തെങ്കിലും കമന്റ് മോട്ടർ എടുക്കാൻ എന്റെ മോൻ എടുക്കാത്ത കൈ കൊടുക്കുവാനോട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട് എന്ന് പറയുന്നത് തില്ലങ്കേരി അനന്തോത്ത് എന്ന് പറയും. അനന്തോത്താണ് തെയ്യം, നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പ് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ തെയ്യത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കലാണ്, വീട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നാട്ടിൽ ഈ ഒരു തെയ്യം കൂടിയിട്ട് കുറച്ചായി, കിട്ടലുണ്ടായിട്ടില്ല. ഇപ്രാവശ്യം കിട്ടി. ഇന്നലെ രാത്രി ഫുൾ അവിടെയായിരുന്നു, 2 മണി വരെ അവിടെയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങും, ഞാനല്ല എല്ലാവരും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കണക്കൊന്നൊരു 9 മണിക്ക് അല്ലേ ചൂട്ടാ, ഞാൻ വെച്ചുകൊണ്ടിതാ ഫുൾ റെഡി ആയിട്ട് ഒരു 9 മണിക്ക് ഈ മുറ്റത്തേടി ഇരിക്കുന്നതാണ്. അതന്നെ 9 മണിക്ക് ഇരിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ളവർ റെഡി ആയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. 1 മണിക്കൂറായി ഏകദേശം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതിലിടക്ക് ഒരിക്കൽ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് ഒറ്റക്ക് പോയിട്ട് വന്നാലോ, പിന്നെയും ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ 5 മിനിറ്റ് അങ്ങനെ 5 മിനിറ്റ് കൂടി വന്ന് ഇപ്പം 10 മണിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പം കുളിമുറിയിൽ നിന്ന് അൻവീനെ കുളിപ്പിക്കുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഇനി ഏകദേശം 10:30 ആകുമ്പോഴേക്ക് എങ്കിലും വേക്കിൽ ഇതാ റെഡിയായ ആൾ കേട്ടോ, 5 മിനിറ്റ് കൊണ്ട് റെഡിയായ ആൾ ഇതാ വേക്കിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്നിക്കൽ ഞാനിപ്പം ഞാനായിട്ടൊന്ന് പോയിട്ട് വരും, എന്നിട്ട് ഇവർ റെഡിയായതിനു ശേഷം ഞാൻ കൂട്ടാൻ വരും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ തെയ്യവും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും, അത്രയേ ഉള്ളൂ. ഞാനങ്ങനെ ഇവിടെ വന്നു കേട്ടാ, ഞാൻ ഒറ്റക്ക് കേട്ടാ വന്നേ. ഞാൻ അവിടെ ഭയങ്കര ചെണ്ടേൻ്റെ ഇതിൻ്റെ സൗണ്ട് കാരണം പിന്നെ അവിടെ നിന്ന് ഞാൻ ഒന്നും പറയാൻ തോന്നില്ല, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഫുൾ നിങ്ങൾ ഇപ്പം തന്നെ കേൾക്കുന്നില്ലേ ചെണ്ടേൻ്റെ ഇതിൻ്റെ സൗണ്ട് കാരണം. ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ ശാസ്ത്രപ്പനാന്ന്, ഇത് ശാസ്ത്രപ്പൻ തെയ്യം കേട്ടോ. നമ്മളെ ഈ തെയ്യത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എനിക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാമെന്ന് അറിയില്ല. പിന്നെ അവരെ കൂട്ടിയിട്ട് സഹായിച്ച് വരാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാത്തു നിന്നില്ല കേട്ടോ, ഞാനിന്ന് വന്നു. നിങ്ങൾക്കറിയില്ലേ അവരെ കാത്തു നിന്ന ഇതൊന്നും കാണലുണ്ടാവില്ല. അതാ വന്നു സഹായിച്ചു, അവരെല്ലാം കൂട്ടിയിട്ട് വന്നു കേട്ടോ. അവർ വന്നത് തെയ്യം കാണാനൊന്നുമല്ല, അവർ വന്നേരം തൊട്ടിട്ട് ഐസ്ക്രീമിൻ്റെ അടുത്തു. പിന്നെ കാണുന്നില്ല നിങ്ങൾ, ഞാനൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ അറിയുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ രാവിലെ 10 മണിക്ക് പോയ പോക്കാട്ടാ. രാവിലെ 10 മണിക്ക് പോയി, സമയം 4:18 വൈകുന്നേരമായി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യത്തിന് ഒന്നും കൂടി പോകണം. അതിലിടയ്ക്ക് ഇനി മോട്ടറും കൂടി ഒന്ന് ഫിറ്റ് ആക്കാനുണ്ട്. അപ്പുറത്തെ പാവ എന്നെ എല്ലാവർക്കും കമൻറ്റ് പറയണം കേട്ടോ, ചേട്ടൻ കഷ്ടപ്പെടുന്നിട്ട് ഒറ്റ ഞാൻ ഒരു 10 വട്ടം പറഞ്ഞു പാടാ ഒന്ന് പിടിക്കട ഒരു സൈഡ്. ഇപ്പം മനഃപൂർവ്വം പിടിക്കുന്നില്ല ഫ്രണ്ട്സ്. നിന്നോട് ഇവര് ചോദിക്കോടാ, പിന്നെ ആകെ 2 കിലോ ഉള്ള മോട്ടർ എടുക്കാൻ എന്റെ മോൻ എടുക്കാത്ത കൈ കൊടുക്കുവാനോ എടുക്കും വൃത്തി മോട്ടർ ഫിറ്റാക്കലാണ്. ഇതൊന്നും അങ്ങനെ എല്ലാവരെ കൊണ്ടും പറ്റുന്ന പണിയൊന്നല്ല. നീനാങ്കിൽ ഒടുക്കത്തെ വെയിറ്റും നീ ഇങ്ങനെ ക്യാമറ എല്ലാവരോടും വരാൻ പറഞ്ഞു അല്ലേ. എല്ലാവരോടും എന്തുകൊണ്ടാണ് വരാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോട്ടർ ഫിറ്റ് ആക്കുമ്പോൾ 2-4 സൈഡിലാണ് ആൾ വേണം. ഒരാൾ സ്ക്രൂ ഡ്രൈവർ എടുത്തു തരാൻ, ഒരാൾ ഇടക്കിടക്ക് കുടിക്കാൻ വെള്ളം വേണം. അങ്ങനത്തെ കുറേ പണിയുണ്ട്. ഈ മോട്ടർ കേടായിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നറിയാം? 3-4 ദിവസമായി. എന്നിട്ട് ഞാൻ ഇന്നലെ സ്വന്തമായിട്ട് കയറ്റി അതിൻ്റെ വയറ് കട്ട് ചെയ്ത്, സ്വന്തമായിട്ടല്ല അതിനെല്ലാം ഒരാളെ ഞാൻ കൂട്ടീനി. ഇനി അത് ഇറക്കാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കി പഠിച്ചെന്നല്ല പറഞ്ഞേ. എടാ ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒരു മോട്ടർ ഇതെല്ലാം മോട്ടർ ചെയ്യല് ഞാൻ ചെയ്തോളൂ, ഇത് എടുക്കല് നിങ്ങൾക്ക് എടുത്തൂടെ? ആർത്തം വരെ ഒന്ന് എടുക്കാൻ ഇത്ര കഴിവില്ലല്ലോ നമുക്ക്. അതേടാ ഉണ്ടാവൂലടാ. പാവമായ ഞാൻ ഭാരം ചുമക്കുന്ന കഴുത കേട്ടിട്ടില്ലേ നീ? ഇതിൽ കഴുതയല്ലാന്നേ ഉള്ളൂ ഞാൻ, പക്ഷെ ഭാരം ചുമക്കുന്നു. അപ്പൊ ഇന്നലെ വരെ മോട്ടർ ഇല്ലായിരുന്നു, ഇനി ഇന്നു മുതൽ മോട്ടർ ഇല്ലാത്തൊരവസ്ഥയാണെന്നാ തോന്നുന്നത്. എടാ ഞാനൊരു നോക്കി പഠിച്ചിട്ട് വയറെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നെല്ലാം നോക്കിന്നെല്ലാം പറഞ്ഞു. ഇത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഓഫ് ആവും. ഓഫ് ആക്കണേ വേണ്ടടാ. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ടീം വർക്ക് ആയിട്ട് ചെയ്യണം അല്ലേ. അതാണ് ഒരാൾ ഇതാ പേപ്പർ എടുത്ത് കൊണ്ടുവന്നിട്ട്, ഒരാൾ ഉണക്ക് മോട്ടലെടുത്ത് നിൽക്കുക, ഒരാള് തീപ്പെട്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കത്തിച്ചിട്ട് മൊത്തം കാട് മൊത്തം തീയായി, ബഹളായി, ഫയർഫോഴ്സായി. ഊഫ്, ആളും പാളം തന്നെ ആയിരിക്കും അല്ലേ. എന്തോ ഇതാ നോക്കറാ. അതിന് തെർമോക്കോളാടെ വെച്ചിനി ഇതെന്നാന്ന് മറ്റേ കത്തിക്കാനായ എങ്ങനെയൊക്കെ ഒന്ന് കത്തിച്ച് എന്തൊക്കെ ഒന്ന് ചെയ്യുന്നു.
മഞ്ഞ ഒന്നിച്ച് നീല. ഓടാ ഓടാ. ബാറ്ററീൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാത്ത നീ എനക്ക് പറഞ്ഞായിരുന്നു. ബാറ്ററിക്ക് എന്ത് പോസിറ്റീവ്? ഫുൾ പോസിറ്റീവ് അല്ലേ? അതന്നെ, എനക്കൊരു അത്ഭുതം തോന്നില്ലല്ലോ. ഞാൻ കൂളായിട്ട് നിൽക്കുന്നുണ്ടോ കേട്ടിട്ട്? ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പറ ഇനി ഇതല്ലേ ഉരുക്കിട്ട് മുപ്പനൊക്കെ ഫുൾ ഫുൾ. അയ്യോ, തീകത്തുനിന്ന് പുക വരുന്നു. എന്നാ ഞാൻ ചെയ്യണ്ടേ നമ്മ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാം നമുക്ക്. മോട്ടർ ഇതിങ്ങനെ പിടിച്ച് നിങ്ങൾ എല്ലാവർക്കും ഒരു ടാസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 4-5 ആൾ വേണം എനിക്കൊരു മോട്ടറൊക്കെ. ബാ നീ ആടെ ഇത് ഇത് നിങ്ങളെ കുറവായതുകൊണ്ട് അങ്ങ് തെന്നി അങ്ങ് പോയേക്കരുതേ. ഇല്ല, പണ്ട് ഞാൻ ഇറക്കി വെച്ചിനു. നൊടിയാണ്ട് ഇറക്ക്. കരിഞ്ഞ മണം വരാൻ തുടങ്ങിയാ? രണ്ട് വാൽവ് ഓണിലാവുന്ന ഉള്ള നോക്കിയാട്ടെ. അങ്ങോട്ടേക്കുള്ളത് വീടത്തേക്കുള്ളത് ഓണിലാവുന്ന ഉള്ള നോക്കിയാ. എല്ലാം ഓണിലാന്ന്. ഈശ്വരാ ഭഗവാനെ, അത് ഓണാക്ക്. മുകളിലേക്ക് വെള്ളം പോകുന്നുണ്ടോ നോക്ക്. ഓണാക്കടാ. എടാ അത് തിരിക്കടാ. ഇതെങ്ങനെ മോട്ടർ നന്നാക്കേണ്ടതെല്ലാം ഇതാക്കേണ്ടതെല്ലാം പറഞ്ഞുതരാം. ഒരു 5 മിനിറ്റ് കൂടി നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഒച്ചയോ ബഹളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ടാണ്. ഏകദേശം വെള്ളം എടുക്കുന്നില്ലേ? ഇത്രയും ഡയലോഗെല്ലാം പറഞ്ഞു. അതിന് ഇത്രയും പവറേ ഉണ്ടാവും. ഇതിങ്ങനെ താണ് നിൽക്കൊന്നുമില്ല. അത് അങ്ങനെ വരും, ഇടയ്ക്ക് അങ്ങനെ വരും. ഞാനത് നോക്കുന്നു. നിങ്ങളെല്ലാം പോയിട്ട് വേണം ഒന്നും കൂടി നോക്കാം. അടുത്തിപ്പോൾ കിണറിൽ നിറച്ചും പൊക്കളോ പൊന്തി വരുന്നുണ്ട്. എന്നാൽ സംഭവം തിരിയുന്നില്ല. സാരമില്ല, ഇടയ്ക്കെല്ലാം അങ്ങനെ ഉണ്ടാവും. 2 ദിവസമെങ്കിലും ആ മോട്ടർ നിന്നാ ചെയ്യാനും. അവിടുന്ന് കഴിഞ്ഞ് ഇവിടെ വന്ന് ചപ്പ് കൂട്ടി കത്തിക്കാനുള്ള ടാസ്ക് കിട്ടി. കമന്റ് അതെ, പഴയ ഒരു മോട്ടർ ഇവിടെ കാണുന്നത്. അത് പഴയതാണ്, അത് പോയതാണ്. പണ്ട് ഒരു കൊല്ലം മുമ്പങ്ങാറ്റ് ഇവൻ ഇതുപോലെ നന്നാക്കാൻ വേണ്ടിയിട്ട് തീയെല്ലാം കത്തിച്ചിട്ട് പൈപ്പെല്ലാം എടുത്ത് കുത്തി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് കൂടുതൽ സേഫാ സാധനം സേഫാണേ. ഇത് പണ്ടത്തെ ഏറ്റവും ഫസ്റ്റ് വീട്ടിൽ കൂടുമ്പോൾ നമ്മളെ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഒരു പഴയ മോട്ടർ വാങ്ങിയതാണ്. അത് ഓൾറെഡി കേടായി. അതിന് ശേഷം കേടായി അത് നന്നാക്കാൻ നോക്കി. പിന്നെ അത് സ്മാരകമായിട്ട് അത് പോയത് വർക്കിന്റെ സ്മാരകമായിട്ട് നമ്മൾ ഇപ്പോഴും നമ്മളെ കൂടെയിൽ അത് അതുപോലെ വെച്ചിട്ടുണ്ട്. നീ പോയിട്ട് ക്ലോക്കിലെ ബാറ്ററി തെറ്റാണ്ടിട്ടെ കമന്റ് ചെയ്യണേ. ടോപ്പ് ഭയങ്കര